പ്രിയ സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരുടെ മേത്തുള്ള ഒരു വലിയൊരു ആരോപണമാണ് 3000 കോടി കൊണ്ട് ഒരു പട്ടേലുടെ പ്രതിമ ഉണ്ടാക്കിയതിനെ കുറിച്ച്. തീർച്ചയായിട്ടും അതിൻ്റെ ചെലവെന്താണ്, അതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ജെമിനിയോട് ചോദിക്കാം. എന്നാരും പൊങ്കാലയിടണ്ട, ഞാൻ ചോദിക്കുന്നു, ജെമിനി അത് കൃത്യമായി നിങ്ങളോട് എത്തിക്കുന്നു. അതിന് വല്ല സത്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഓക്കെ, ജെമിനി നമ്മുടെ പട്ടേലുടെ പ്രതിമയുണ്ടാക്കി. അതിന് എത്ര ചിലവായി, അതിനെ കൊണ്ട് എന്തെല്ലാം ഇന്ത്യയിലേക്ക് ഗുണമുണ്ടായിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമയാണ്. ഗുജറാത്തിലെ നർമ്മദാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിസ്മയത്തെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. നിർമ്മാണ ചെലവ്. ഈ കൂറ്റൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഏകദേശം 2989 കോടി രൂപ, ഏകദേശം 3000 കോടി ചിലവായതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതിമയുടെ നിർമ്മാണത്തിന് മാത്രം ഏകദേശം 1347 കോടി രൂപ ചിലവായി. ബാക്കി തുക കൺവെൻഷൻ സെന്റർ, മ്യൂസിയം, മെമ്മോറിയൽ ഗാർഡൻ, പാലങ്ങൾ കൂടാതെ 15 വർഷത്തെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി നീക്കിവെച്ചിട്ടുള്ളതാണ്. 2. ഇന്ത്യക്കുണ്ടായ ഗുണങ്ങൾ. പട്ടേൽ പ്രതിമ വെറും ഒരു സ്മാരകം എന്നതിലുപരി സാമ്പത്തികമായും സാമൂഹികമായും ഇന്ത്യക്ക് പല ഗുണങ്ങളും നൽകുന്നുണ്ട്. ടൂറിസം വരുമാനം. ഉദ്ഘാടനത്തിന് ശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ടിക്കറ്റ് ഇനത്തിൽ മാത്രം വർഷാവർഷം കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. 2023 വരെ ഏകദേശം 400 കോടിയിലധികം രൂപ ടിക്കറ്റ് വരുമാനമായി ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. തൊഴിലവസരങ്ങൾ. പ്രതിമ വന്നതോടെ ആ പ്രദേശം കെവാദിയ ഒരു വലിയ ടൂറിസ്റ്റ് ഹബ്ബായി മാറി. ഹോട്ടലുകൾ, ഗതാഗതം, ഗൈഡുകൾ, പ്രാദേശിക കരകൗശല വസ്തുക്കളുടെ വിപണനം എന്നിവയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടുമല്ലാതെയും ജോലി ലഭിച്ചു. പ്രാദേശിക വികസനം. പ്രതിമയുടെ നിർമ്മാണത്തോടൊപ്പം റോഡുകൾ, റെയിൽവേ കണക്ടിവിറ്റി, സർദാർ സരോവർ ഡാമിനോടനുബന്ധിച്ചുള്ള വികസനം എന്നിവ ആ പ്രദേശത്തെ ആധുനികവൽക്കരിക്കാൻ സഹായിച്ചു. ദേശീയ അഭിമാനം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന നിലയിൽ ഇത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിനെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ 562 നാട്ടുരാജ്യങ്ങളെ കൂട്ടിയിണക്കി ഇന്ത്യയെ ഒന്നാക്കി മാറ്റിയ സർദാർ പട്ടേലിന്റെ സ്മരണ പുതുക്കുന്നത് ദേശീയ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏതാണ്ട് ഇരട്ടി ഉയരമുണ്ട്, 182 മീറ്റർ. ഈ പ്രതിമയ്ക്ക് ഗുജറാത്ത് നിയമസഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തെ 182 സൂചിപ്പിക്കാനാണ് ഈ ഉയരം നിശ്ചയിച്ചത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കാനുള്ള ടിക്കറ്റ് നിരക്കുകളെ കുറിച്ചോ അവിടെയുള്ള മറ്റു കാഴ്ചകളെ കുറിച്ചോ, ലേസർ ഷോ, വാലി ഓഫ് ഫ്ലവേഴ്സ് മുതലായവ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കേട്ടല്ലോ. ഇത് പട്ടേലിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ ഒരു സ്മാരകം ഉണ്ടാക്കിയത്. ഇതിലൂടെ അവര് ഒരു വരുമാന മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പട്ടേലിന്റെ പ്രതിമേൻ്റെ ഒപ്പം തന്നെ ചുറ്റും മ്യൂസിയം, ലൈറ്റർ ഷോ, അതുപോലെ തന്നെ ബ്രിഡ്ജുകൾ, ഇങ്ങനെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മനസ്സിലായ? അതുകൊണ്ട് അവിടുത്തെ ആ ഭാഗങ്ങൾ മൊത്തം വികസനിച്ച് ഇപ്പം നമ്മൾ UAE എടുത്ത് നോക്കിക്കോളൂ. UAE നിൽക്കുന്നവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു കാലി സ്ഥലം, മരുഭൂമിയായി കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവം കൊണ്ട് വെക്കും. അതോടുകൂടി ആ ഭാഗം മൊത്തം വികസനിക്കും. നല്ല റോഡ്, സംഭവങ്ങൾ, കച്ചവടം, കടകൾ, ഷോപ്പിംഗ് മാൾ, അതിൻ്റെ ചുറ്റൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമുക്കിത് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കൊണ്ടുവരണം, എന്നിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കണം. അവിടെയാണ് ഈ അധികാരികളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു പ്രതിമയെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ ഇന്ത്യക്ക് ഇത് നഷ്ടമാണോ ലാഭമാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. മറക്കാതെ ഷെയർ ചെയ്യുക.